എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലായ്ക്ക് സമീപം മുത്തോലി ഭാഗത്താണ്. മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രം മാറി പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ്. ഇത് 9.5 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒറ്റ നില വീടാണ്. മനോഹരമായി പണിതിരിക്കുന്ന നല്ലൊരു വീട്. പ്രീമിയം മെറ്റീരിയൽസ് മാത്രമാണ് ഈ വീടിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ പണിതിരിക്കുന്ന വീടാണ്. ഒറ്റ നിലയിൽ 3 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്നു. വിശാലമായ 2 ഹാളുകൾ, കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട്. പണി പൂർത്തിയായിട്ടുള്ളൂ. ഇപ്പം ജസ്റ്റ് പണി പൂർത്തിയായി. ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ബസ് റോഡ് കാണാവുന്ന രീതിയിലുള്ള നല്ലൊരു സ്ഥലമാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. ചെർപ്പുങ്കൽ മുത്തോലി ടൗണുകൾക്ക് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ചെർപ്പുങ്കൽ പള്ളിയിലേക്കും അതുപോലെ തന്നെ മെഡിസിറ്റിയിലേക്കൊക്കെ പള്ളിയിലേക്ക് 1.5 കിലോമീറ്ററും അതുപോലെ തന്നെ മെഡിസിറ്റിയിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മുത്തോലി ജംഗ്ഷനിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാലായിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് 22 കിലോമീറ്റർ മാത്രമാണ് ദൂരം. വളരെ നല്ലൊരു ഏരിയയിൽ വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ വീട്ടിൽ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അതിമനോഹരമായി മികച്ച ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണിത്. ഏറ്റവും പുതിയ വീടാണ്. പാലാ മുത്തോലിക്ക് അടുത്തായി ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിനൊക്കെ വളരെ സമീപത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറി ടാറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ പണിയഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. ഒറ്റ നിലയിൽ 3 ബെഡ്റൂമുകളുണ്ട്. 3ഉം അറ്റാച്ച്ഡാണ്. മുകൾ ഭാഗത്ത് സെറാമിക് ഓട് കൊണ്ട് റൂഫ് ചെയ്തിരിക്കുന്നു. വിശാലമായ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നു. ഒരു 3-4 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന വിശാലമായ മുറ്റം നമുക്കിവിടെ ഉണ്ട്. 9.25 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത്. കോമ്പൗണ്ട് വാളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കെട്ടിയിരിക്കുന്നു. ഒരു പോഷ് ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ടാറിംഗ് റോഡിൽ നിന്ന് മുറ്റത്തേക്കുള്ള ഭാഗം നാച്ചുറൽ സ്റ്റോൺ പാകി ഭംഗിയാക്കിയിരിക്കുന്നു. വീതിയേറിയ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. ഒരിക്കലും വെള്ളം പറ്റുന്ന മേഖലയല്ല. വളരെ ഭംഗിയേറിയ ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന മേഖലയാണ്. കിണറിൻ്റെ മുകളിലൊക്കെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് വലിയ കാറുകളും നമുക്ക് ഈസിയായിട്ട് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. പില്ലറുകളെല്ലാം നല്ല മനോഹരമായിട്ട് ക്ലാഡിങ് ചെയ്ത് അതിൽ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഷെയ്ഡുകളിലൊക്കെ നല്ല ഫാൻസി ലൈറ്റുകളും അതുപോലെ LED ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റാണ് പാകിയിരിക്കുന്നത്. വളരെ ഭംഗിയേറിയ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ ജനലുകളും ഒക്കെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികൾ മാത്രമാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെക്കാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വളരെ അടുത്ത് തന്നെ ആരാധനാലയങ്ങളും സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ ബ്രില്യൻ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററും എല്ലാമുള്ള നല്ലൊരു ഏരിയയാണ്. മാർസലിബ മെഡിസിറ്റിയിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മാർസലിബയിലെ ഡോക്ടേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണിത്. നല്ലൊരു ഏരിയയാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശം. വീട് ചുറ്റും അധികം കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. 9.25 സെൻറ്റിലിരിക്കുന്ന നല്ലൊരു വീടാണ്. അത്യാവശ്യം നല്ല ചെടികളൊക്കെ വെക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട് താനും. അപ്പോൾ ഈ ഒരു ഭാഗത്തായി നമ്മുടെ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പണിതിട്ടില്ല. അതുകൊണ്ട് ചെയ്യാനുണ്ട്. വീടിൻ്റെ പണികളൊന്ന് പൂർത്തിയായി തീർന്നുള്ളൂ. അപ്പോൾ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കൂടി പണിത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള ഗ്യാസ് പൈപ്പ് ലൈൻ കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 2 കുറ്റികളോട് വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിലാണ് ഈ വീട് പണിത് കഴിപ്പിച്ചിരിക്കുന്നത്. ചില വീടുകൾ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിൻ്റെ ഫിനിഷിങ് എത്രമാത്രം ഉണ്ടെന്ന്. വളരെ നല്ല രീതിയിൽ ഒരു കുറ്റവുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഡോർ തേക്കിൻ തടി പണിതിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഇതിൽ ജിപ്സും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. BLDC ഫാനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ലൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നമുക്ക് ചെറിയ ഫ്ലവർ വൈസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു.
ഇവിടെ കർട്ടൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിരിക്കുന്നത്. കിഴക്കോട്ട് തിരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന രീതിയിൽ ചെറിയ ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പാർട്ടീഷൻ കിടന്ന് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വിശാലമായൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ് എല്ലാം കൂടി ഈ ഒരു വലിയ ഹാളിൽ വരും. ഇവിടെ ഈ സൈഡിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന മുൻഭാഗത്തായി നമ്മുടെ TV യൂണിറ്റ് വളരെ ഭംഗിയായി കൊടുത്തിരിക്കുന്നു. നല്ല രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നു. കിച്ചണിൻ്റെ കൗണ്ടറൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൽ നമുക്ക് TV കാണാവുന്ന രീതിയിൽ വലിയ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ജനലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനലുകൾ, കർട്ടൻ, ബ്ലൈൻഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ വരുന്നത്. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് സെർവ് ചെയ്യാവുന്ന രീതിയിൽ ഒരു കൗണ്ടർ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഫാൻസി ലൈറ്റുകളും ഒക്കെ കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട്. ഇതിലെ കബോർഡുകൾ മുഴുവൻ തേക്കിൻ തടിയിലാണ് പണിതിരിക്കുന്നത്. നല്ല ക്ലാസ് ലുക്കിലുള്ള കിച്ചണാണ്. ഇതിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഹിൻവെയറിൻ്റെ ചിമ്മിനി ഹോബുമാണ് വരുന്നത്. എല്ലാം നല്ല ക്ലാസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല ഫിനിഷിങ്ങോട് കൂടി ഏറ്റവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. ഇതൊരു ബജറ്റ് വീട് തന്നെയാണ്. 3 ബെഡ്റൂമിൽ നമുക്ക് 85 ലക്ഷം രൂപ മാത്രമാണ് ഈ വീട് ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസാണ് താനും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ്. കോളേജും ഹോസ്പിറ്റലും സ്കൂളുകളും മാർക്കറ്റും എല്ലാം വളരെ അടുത്താണ്. മുത്തൂർ ടൗണിലേക്കും ചെറുപ്പുങ്കൽ ടൗണിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്തായി നമുക്ക് ഓവനൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഫ്രിഡ്ജ് നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം. പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് ഒതുക്കി വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെ ഒരു സിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് വേണ്ടവർക്ക് നമുക്കത് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അരകല്ലൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കാം. നല്ല രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിണറിൻ്റെ അടുത്തോട്ടൊക്കെ പോകാനും അതുപോലെയൊക്കെയുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട്. ഇതൊരു 2 പാളിയായിട്ട് നമുക്ക് പകുതി തുറന്നു വെക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നല്ല കൃത്യമായി കയറ്റി വെക്കാവുന്ന രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടും അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായ രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. നല്ല ഒതുങ്ങിയ രീതിയിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് കൗണ്ടർ ക്രമീകരിച്ചിട്ടുണ്ട്. ടാപ്പുകളും സെറാമിക് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 വർഷത്തെ വാറണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനിടയിലും കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സ്പേസ് ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ്. എല്ലാ ബെഡ്റൂമുകളിലും നിലവിൽ കർട്ടൻ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണത്. 4x2 സൈസിലുള്ള ടൈൽസാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതിൽ കബോർഡുകൾ കൊടുത്തിട്ടില്ല. നല്ല വലിയ ബാത്റൂമാണ്. ജോൺസൻ്റെ ബ്രാൻഡിലുള്ള ക്ലോസറ്റുകളും വാഷ് ബേസിനുമൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 10 വർഷത്തെ വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ്. കമ്പനി സർവീസ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ മാത്രമാണ് ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ചുകളും വയറിങ്ങും അതുപോലെ ടൈൽസും എല്ലാം ബ്രാൻഡഡ് കമ്പനികൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഇതൊരു വലിയ ബെഡ്റൂം തന്നെയാണ്. 2 സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. കർട്ടൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. എല്ലാ മുറികളിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്രസ്സിങ് ഏരിയയിലും നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. 3 ഡോറുകൾ വരുന്ന വലിയ കബോർഡാണ്. അത് തേക്കിൻ തടിയിലാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ പണിതിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇതാണ് നമ്മുടെ കബോർഡിൻ്റെ ഉൾവശം. ഇഷ്ടംപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു ബെഡ്റൂം ഇവിടെയാണ്.
മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. മികച്ച ക്വാളിറ്റി തന്നെയാണ് വീടിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്ലാസൊക്കെ പിടിപ്പിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടിന്റെ മുൻഭാഗം വരെ ടാറിംഗ് റോഡാണ്. ബസ് റോഡിൽ നിന്ന് 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ചെറുപ്പങ്കൽ പള്ളിയിലേക്കും കോളേജിലേക്കൊക്കെ നമുക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഒരു 1.5 കിലോമീറ്ററത്തിന് ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്. തൊട്ടടുത്ത് കടകളെല്ലാം ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ കടകളെല്ലാം ഉണ്ട്. മുത്തൂരി ചെറുപ്പങ്കൽ ടൗണുകൾക്ക് നടുവിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വളരെ നല്ലൊരു ഏരിയയാണ്. വളരെ നല്ല രീതിയിൽ പണിതിരിക്കുന്ന വീടുമാണ്. മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീട്. തടികൾ കബോർഡുകളെല്ലാം നല്ല തേക്കും തടിയിൽ പണിതിരിക്കുന്നതാണ്. പറ്റാത്ത കിണർ വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 85 ലക്ഷം രൂപ മാത്രമാണ്. അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ പാലയിൽ വീട് വാങ്ങുമ്പോൾ നല്ല മികച്ച ക്വാളിറ്റി വീട് വാങ്ങാൻ ആയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് താഴ്ക്കണമെന്ന് നമ്പറിൽ വിളിക്കുക. അധികം വീടുകൾ ഇപ്പം നമുക്ക് നല്ല വീടുകളില്ല. വീടുകൾ വളരെ കുറവാണ്. അപ്പം ഈ ഒരു വീട് നിങ്ങൾക്ക് തീർച്ചയായും സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി വീടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴ്ക്കണ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ലൊക്കേഷൻ വീടൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യം വേണമെങ്കിൽ നമുക്ക് ഏത് ബാങ്കിൻ്റെയും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അതിന് വേറെ ചാർജുകളൊന്നും ഈടാക്കുന്നതല്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.